ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാ അമ്മാ ബഅദ്. മനുഷ്യ ശരീരത്തിൽ അല്ലാഹു തആല വെച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നാവ്. ഈ നാവ് ഇരുതല മൂർച്ചയുള്ള ഒരു വസ്തുവാണ് എന്ന കാര്യം നാം ആദ്യമേ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഇമാം ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയായി കഴിയുന്ന അവസരത്തിൽ ബഹുമാനപ്പെട്ടവരുടെ യജമാനൻ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, അല്ലയോ ലുഖ്മാനെ, ഇന്ന് എൻ്റെ 2 അതിഥികൾ വരുന്നുണ്ട്. അവർക്ക് നീ നല്ല ഒരു ആടിനറുത്ത് അതിൽ നിന്ന് ഏറ്റവും നല്ല ഒരു അവയവം കൊണ്ടുതരണം, നല്ലൊരു ഭാഗം നീ ഇറച്ചിയായി വേവിച്ച് കൊണ്ടുതരണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആ ആടിനെ അറുത്ത് അതിൻ്റെ നാവ് എടുത്തുകൊണ്ട് രാജാവിന് കൊണ്ടുപോയി ഈ യജമാനന് കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, എന്ത് മോനെ, ഇതാണോ ആടിൽ എത്ര നല്ല അവയവങ്ങളുണ്ട്, ആടിൻ്റെ കരള് അതുപോലെ തന്നെ മറ്റു അവയവങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ എന്തിനാണ് ഈ നാവിനെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്ന നാവ് അവൻ അതിന് ഏറ്റവും ക്രിയാത്മകമായി അള്ളാഹു പറഞ്ഞെടുത്ത് ഉപയോഗിച്ചാൽ ഈ നാവിനോളം നല്ല ഒരു അവയവവും ശരീരത്തിൽ ഇല്ല എന്നതാണ് യജമാനനെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വീണ്ടും ഒരിക്കൽ യജമാനൻ ആടിനെ അറുത്തുകൊണ്ട് ഏറ്റവും ചീത്തയായ കഷ്ടം കൊണ്ടുവരാൻ അപ്പോഴും ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത് അതേ നാവ് തന്നെയാണ്. അപ്പോൾ ചോദിച്ചു, ചീത്തത് പറഞ്ഞപ്പോഴും നീ എന്തേ നാവ് തന്നെ കൊണ്ടുവന്നത്? അപ്പോൾ പറഞ്ഞു, അല്ലാഹു തആല എന്തിനാണോ നാവിനെ വെച്ചത്, ആ നാവിനെ ക്രിയാത്മകമായ രീതിയിൽ അല്ലാതെ ഉപയോഗപ്പെടുത്തിയാൽ ആ നാവിനോളം മോശമായ ഒരു വസ്തുവും ശരീരത്തിൽ ഇല്ല എന്നതാണ് വസ്തുത. അപ്പോൾ അല്ലാഹു തആല നമുക്ക് തന്ന നാവിനെ നമ്മൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, വഖൂലു ഖൗലൻ സദീദാ യാ അയ്യുഹല്ലദീന ആമനൂ വഖൂലു ഖൗലൻ സദീദാ. നിങ്ങൾ നല്ല വട്ടമായി സംസാരിക്കണം. മഹാന്മാരൊക്കെ അങ്ങനെയായിരുന്നു, അവരാരെയും ചടപ്പിക്കാറില്ല. അവരുടെ വാക്കുകൊണ്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും രീതിയിൽ മനോവിഷമം വരുന്ന ഒരു വാക്കും അവർ പറയാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര സ്ഥലങ്ങളിലാണ് നാവിനെ സൂക്ഷിക്കണം. മുത്തുനബി തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ മുആദേ, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം കേട്ടോ. മറ്റൊരിക്കൽ മുത്തുനബി തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ആരെങ്കിലും 2 താടിയെല്ലുകൾക്കിടയിലുള്ള ഒരു അവയവത്തെ അഥവാ നാവിനെ സൂക്ഷിച്ചാൽ അവനക്ക് സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യക്കാരനാണ്. അത്രമാത്രം അല്ലാഹു തആല നാവിനെ സംരക്ഷിക്കണമെന്നും അതിനെ ഗീബത്ത് നമീമത്ത് പോലെയുള്ള ഫസാദ് ഏഷണികളി പോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അതിനെ മാറ്റി നിർത്തി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് നന്മയായ കാര്യങ്ങൾ പറയണം. എപ്പോഴും ഖൈറായതേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ടല്ലേ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യദ്ലഗന്നക ഇന്നഹു സുബ്ബാനു. മോനെ, നീ നിന്റെ നാവിനെ അങ്ങനെ അയച്ചു വിട്ട് സംസാരിക്കരുത്. എപ്പോഴും മിതത്വമായ രീതിയിൽ സംസാരിക്കണം. അപക്വമായ രീതിയിൽ നീ ഇടപെട്ടാൽ അതാ വിഷം ചീറ്റുന്ന പാമ്പാണ്. അതുണ്ടാക്കി വെക്കുന്ന വിന എത്രയാണെന്ന് നമുക്കറിയുന്നതല്ലേ. ഇന്ന് മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം അപക്വമായി പറയുമ്പോഴെല്ലാം ക്രിയാത്മകമായി പഠിപ്പിക്കണം. നിങ്ങൾ കുറേ സംസാരിക്കുന്നതിലല്ല കാര്യം, നിങ്ങൾ സംസാരിക്കുന്നത് ക്രിയാത്മകമാണോ, അത് എല്ലാവർക്കും ഉപകാരമുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉപകാരമില്ലെങ്കിൽ ആ വർത്താനത്തിൽ നിൽക്കരുത് എന്നാണ് മുത്തുനബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഒരുപാട് ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ വിഷയം നമ്മെ ഉണർത്തുന്നുണ്ട്. നാവിനെ സംരക്ഷിക്കാത്തവർക്ക് നരകമുണ്ട് എന്ന് ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ആഫാത്തുൽ ലിസാൻ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നാവിനെ ക്രിയാത്മകമായി അള്ളാഹുവിന് വേണ്ടി തഖ്വക്ക് വേണ്ടി ചെലവഴിക്കുന്നവനക്ക് അള്ളാഹു കൊടുക്കുന്ന ഓഫർ ഏതാണ്? വമൻ ഹഫിള ലിസാനഹു ലി അജലി ദുനിയാ ലില്ലാഹി തആല.
അല്ലാഹു തആല എനിക്ക് വേണ്ടി ദുനിയാവിൽ നാവിനെ സംരക്ഷിച്ചാൽ അത്ലഖല്ലാഹു ലിസാനഹു ബിസ്സഅദത്തി ഇൻദൽ മൗത്ത്, അയാൾക്ക് മരിക്കണ നേരത്ത് അല്ലാഹു തആല ഈമാനോട് കൂടെ മരിക്കാനുള്ള അവസരം കൊടുക്കും, അതിനുള്ള കഴിവ് നാവിന് കൊടുക്കും. അങ്ങനെ തിന്മയിലാണ് നാവിനെ ചെലവഴിക്കുന്നത് എങ്കിലോ അംസഖല്ലാഹു ലിസാനഹു ബിസ്സഅദത്തി ഇൻദൽ മൗത്ത് എന്ന് ആഫാത്തുൽ ലിസാനിൽ ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അനാവശ്യമായ ഇടവ സംസാരങ്ങളൊന്നും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാകരുത് എന്ന് എന്നോട് ആദ്യമേ ഉണർത്തിക്കൊണ്ട് അല്ലാഹു തആല പൊരുത്തപ്പെട്ട സംസാരത്തിലാണ് നമ്മുടെ സമയങ്ങൾ ചിലവഴിക്കേണ്ടത്. അല്ലാത്ത സംസാരങ്ങളിലൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ല എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.